നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിലെ ഷാനവാസും അനീഷും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അനീഷിന് നല്ല ടെൻഷനുണ്ട് ഈ ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനീഷ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ശനിയാഴ്ചയായി കിട്ടിയാൽ മതിയായിരുന്നു. ഈ ഷാനവാസ് ഉറ്റ സുഹൃത്താണോ വിശ്വസ്തനാണോ എന്ന് തീരുമാനിക്കുന്നത് ശനിയാഴ്ച ആയിരിക്കുമെന്ന് അനീഷ് പറയുന്നുണ്ട്. അതേപോലെ അനീഷ് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിലെ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നു എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു ശരി, അതാണ് വേണ്ടത്. ഇപ്പം നീ സംസാരിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഇതാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. എന്നിട്ട് പിന്നെയും പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ തെറ്റിച്ച് കഴിഞ്ഞാൽ നീ സൂക്ഷിച്ചോ, നീ ഇവിടുന്ന് രണ്ട് കാലിൽ പോവില്ല, അത് ഞാൻ തന്നെ ആയിരിക്കും അത് രണ്ട് കാലം തല്ലി ഓടിക്കുന്നതെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാനത് നീട്ടി വെച്ച് തരും എന്നും പറയുന്നുണ്ട്. ഇനി അഥവാ ഷാനവാസാണ് കറക്റ്റ് എങ്കിൽ പിന്നെ അങ്ങോട്ട് ഉറ്റ ചങ്ക്സ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ ഷാനവാസ് തിരിച്ച് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, എൻ്റെ സ്ക്രിപ്റ്റൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നീ ഒന്ന് ഇരിക്കാൻ വരുമോ, അതിലെന്തെങ്കിലും തിരുത്താനുള്ളത് തിരുത്തി തരുമോ, നിൻ്റെ അഭിപ്രായം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് പറയുന്നത് ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷാനവാസിന് അനുകൂലമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ അനീഷിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ നെവിന് പുറത്ത് നെവിൻ്റെ ലൈഫിനെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് ബാധിക്കാത്ത തരത്തിലേക്കും അത് കൈകാര്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എപ്പിസോഡ് ആവട്ടെ വീക്കെൻഡ് എന്നുള്ളതല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നെവിൻ്റെയും വിഷയത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇപ്പം നെവിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്നുള്ളതുപോലെ നെവിൻ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ തൊട്ട് പെരുമാറുന്നത് എല്ലാവരുടെയും പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി അവിടെ ഒരു തരത്തിലുള്ളൊരു പേഴ്സണൽ ബൗണ്ടറീസും മാനിക്കാതെ എല്ലാവരെയും പോയിട്ട് കെട്ടിപ്പിടിച്ചും എല്ലാവരെയും ടച്ച് ചെയ്തും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് നെവിൻ. വളരെ കോമഡി ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ആരെവിടെ ഇരുന്നാലും അവരുടെ കൂടെ പോയിരിക്കുക, അവരുടെ മടിയിൽ പോയി കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ചില സമയങ്ങളിൽ അപ്പോൾ അതെല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ചിലർക്ക് അത് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാം, ചിലർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഷാനവാസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. അതല്ലാതെ നെവിൻ വളരെ മോശമായിട്ടോ മോശം ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരാളോട് ചെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ നെവിനുമായിട്ടൊരു വഴക്കുണ്ടായ സമയത്ത് ഇതുപോലെ ഒരു ഓപ്പൺ നോമിനേഷനിൽ വന്ന് നിന്ന് ഷാനവാസ് അത് അവതരിപ്പിച്ചതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ആദില. ഇന്നിപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന് കുറച്ച് മുമ്പ് ആദിലയും നെവിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആദില ഈ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന ഒരു കണക്കിലാണ് നെവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഷാനവാസിനെക്കാട്ടിലും ഒരു പടി മേളിൽ ഞാൻ പറയുക ആദിലേനെ ആയിരിക്കും. കാരണം ഈ ഷാനവാസും ആദിലയും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുമ്പം ആദിലയാണ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ പറയണേ, ഇങ്ങനെ തന്നെ മോശമായിട്ട് പെരുമാറി, ഇങ്ങനെ വൃത്തികേടായിട്ട് പെരുമാറി എന്ന് തന്നെ പറയണേ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഇനി അവിടെ ഇല്ലാത്ത ഒരാൾ ഈ പ്രവീണിൻ്റെ പേരും പറഞ്ഞ് നെവിനെ ഇത്തരത്തിൽ അപമാനിക്കാൻ നിന്നതും ആദിലയാണ്. അതേപോലെ ഈ നെവിൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ജിഷിൻ എന്ത് ചെയ്തു, ബെഡ്റൂമിൽ വന്നിട്ട് ഈ ആദിലേൻ്റെ അടുത്തൊക്കെ അവൻ്റെ കരച്ചിലും വെറുതെ കള്ളത്തിലാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം കള്ളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അതിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ആദില. എന്നിട്ടിപ്പോൾ ഇതൊന്നും അറിയാത്ത ഭാവത്തിലിരിക്കുകയാണ്. ഈ അനിമോളുടെ വിഷയം ഉണ്ടായപ്പോൾ മറ്റേ അനിമോളുടെയും ജിസേലിൻ്റെ ആരിൻ്റെയൊക്കെ വിഷയം വന്നപ്പോഴും അത്രയും നേരം അനിമോളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് എല്ലാ തോന്നിയാസത്തിനും കൂടെ നിന്ന് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പുതപ്പ് വരെ ബെഡ്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തതിന് ശേഷം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഓഡിയൻസ് എതിരാണ് എന്ന് കണ്ട സമയത്ത് നേരെ പ്ലേറ്റ് ഒരു ഉളുപ്പുമില്ലാതെ തിരിച്ചു വെച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലും. ഇപ്പം ആദിലേൻ്റെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തു കാണിക്കേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ആദില വന്ന് ഈ വിഷയം ആദ്യം മുന്നോട്ട് വെച്ചില്ലായിരുന്നെങ്കിൽ, ഷാനവാസിനെ കോട്ട് ചെയ്തിട്ടും ഈ പ്രവീണിനെ കോട്ട് ചെയ്തിട്ടും ആദ്യം വന്നിട്ട് ഈ നെവിനെതിരെ ഇത്തരം അപമാനിക്കുന്ന തരത്തിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ആദ്യം പറയുന്നത് ആദിലയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദില അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഷാനവാസം അത് ഏറ്റുപിടിക്കില്ലായിരുന്നു എന്നാണ്. കാരണം ആദില വന്ന് ഷാനവാസിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് എന്നിങ്ങനെ തുറന്ന് പറയുകയും ചെയ്തപ്പോൾ ഷാനവാസിന് അത് ആദ്യം വന്ന് അവിടെ നിന്ന് പറയേണ്ട ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു നിർബന്ധിത അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ആദില ഇത് ആദ്യം വന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഷാനവാസ് ഇതിനി അങ്ങനെ മെൻഷൻ ചെയ്യാതെ പോയാലും
പിന്നീടും അത് ആ വീട്ടിലത് വലിയ വിഷയം തന്നെയാവും. കാരണം അതുപോലും പറയാനുള്ളൊരു ധൈര്യം ഷാനവാസിനില്ലേന്ന് ചോദിച്ച് അതിൻ്റെ തൊട്ട് അടുത്ത നിമിഷം റെന ഇതും പറഞ്ഞുകൊണ്ടാണ് പോയി ഷാനവാസിനെതിരെ വോട്ട് ചെയ്തത്. കാരണം ഷാനവാസിന് നേരിട്ടൊരു അനുഭവം ആദിലയാണ് പറഞ്ഞത്, അതുപോലും പറയാൻ ധൈര്യം ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ഇവരൊക്കെ തിരിച്ച് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. അതും ഇതേപോലെ തന്നെ അവിടെ വർത്താനാവുകയും ചെയ്യും. ഈ വഴക്കുണ്ടായിരുന്ന സമയത്ത് തന്നെ, രാവിലത്തെ ആ വഴക്ക് നടക്കുന്ന സമയത്ത് തന്നെ ആദില നെവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു വെക്കുന്നത്, നീ ഇവിടെ കാണിക്കുന്നത് വൃത്തികെട്ട ഗെയിമല്ലേ, വൃത്തികെട്ട കാർഡിറക്കിയിട്ടല്ലേ നീ ഇവിടെ കളിക്കുന്നതെന്നാണ്. അപ്പോൾ നെവിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് വൃത്തികെട്ട കാർഡാണ്, എനിക്കത് അറിയണം, ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ആദിലയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അടിത്തറ ഇട്ട് വെക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് മുഴുവനും ആദിലയാണ്. എന്നിട്ടിപ്പോൾ ഇതൊക്കെ ഇത്രയും വഷളാക്കിയതിന് ശേഷം ആദില ഇതൊന്നും അറിയാത്ത പോലെ ഒരു സൈഡിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഉറപ്പായിട്ടും ആദിലേൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ തുറന്നു കാണിക്കപ്പെടണം എന്നുള്ളതാണ്.